ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയാഷ്. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് അതായത് ഇസ്രായേൽ പാലസ്തീൻ വാറിൽ ഇന്ത്യ ഇസ്രായേലിന് അനുകൂലമായിട്ട് വെപ്പൺസും എക്യുപ്മെന്റ്സും കൊടുക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ച വരാനുള്ള പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് മുൻപ് ഇസ്രായേൽ അംബാസഡർ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അതായത് ഇപ്പോൾ ഇന്ത്യ പേ ബാക്ക് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുന്നു. അപ്പോൾ പണ്ട് ഇസ്രായേൽ ഇന്ത്യനെ സഹായിച്ച് അതിന് ഒരു പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അതിനെ കടം വീട്ടുന്ന രീതിയിൽ ഇപ്പോൾ ഇന്ത്യ സഹായിക്കേണ്ട ആ ഒരു കാലഘട്ടം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ പാലസ്തീൻ വാറിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് അതായത് പാലസ്തീനെ അനുകൂലിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറാണ് അൽ ജസീറ എന്ന് പറയുന്ന അവര് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ വെപ്പണിലെല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ വ്യക്തമാണ് ഇന്ത്യ ഇസ്രായേലിന് വെപ്പൺസ് അയക്കുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ സ്പെയിൻ പാലസ്തീനെ അനുകൂലിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന 2 സ്റ്റേറ്റ് പോളിസിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോയ ഒരു ഷിപ്പ് സ്പെയിൻ അവിടെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇതിന്റെ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ അനുകൂലിച്ച് ഇന്ത്യ അയച്ച വെപ്പൺസ് ആയിരുന്നു അതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഷിപ്പ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവര് പറയുന്ന പോലെ ഇന്ത്യ അതായത് ഇസ്രായേലിന് ഇങ്ങനെ വെപ്പൺസ് അയക്കുന്നുണ്ടോ. രണ്ടാമത്തെ കാര്യം അതായത് ഇങ്ങനെ വെപ്പൺസ് അയക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതായത് ലോകത്തുള്ള മാക്സിമം രാജ്യങ്ങളും പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കുമ്പോൾ ഇന്ത്യ മാത്രം ഇങ്ങനെ ആരും അറിയാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് അറിയണം. അതായത് ഇവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആണോ അല്ലെങ്കിൽ അതായത് ഇവർ വെറുതെ ചമച്ചിറക്കുന്ന കഥകളാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1948 കാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം പിരിയുന്നു. അപ്പോൾ ആ ഒരു കാലയളവിൽ തന്നെയായിരുന്നു അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉദയമാവുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന് മുറിച്ച് രണ്ടാക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു തരത്തിലും യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ഇതിനെ ഫുള്ളായിട്ടും എതിർത്ത് അതായത് ഈ ഒരു നിലപാട് ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഓപ്പണായി തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് യുണൈറ്റഡ് നേഷനിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോഴും അതായത് ഇന്ത്യ പാലസ്തീന് അനുകൂലമായ ഒരു വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടും പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ചേഞ്ചസ് എങ്ങനെയാണ് വന്നേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളത് 1950 ആവുമ്പോഴാണ് ഇന്ത്യ ചെറുതായിട്ട് അതായത് ജൂസ് എന്ന് പറയുന്ന അവര് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ട് എന്ന് പറയുന്ന റെക്കഗ്നൈസേഷൻ ഫുള്ളായും കൊടുത്തില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. 1953 ആയപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു കോൺസുലേറ്റ് പോലെ ഒരു സംഭവം മുംബൈയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു അനുവാദം ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും അതായത് ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള റിലേഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1962 ഇൻഡോ ചൈന വാർ വരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് നമ്മൾ പാലസ്തീൻ എന്ന് പറയുന്ന ഉറച്ച നിലപാടാണ് എടുക്കുന്നത് എങ്കിൽ പോലും ആ ഒരു വാറിൽ അറബ് രാജ്യങ്ങളൊന്നും തന്നെ കൈകെട്ടി നോക്കിയെന്നല്ലാതെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യനെ അനുകൂലിച്ച് ഒരു വാക്ക് പോലും അവർ മിണ്ടിയില്ല. പക്ഷെ മറിച്ച് ഇസ്രായേൽ ആണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ചെറിയ ചെറിയ ഹെൽപ്പ് എല്ലാം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 1971 വാർ വരുന്നു, അതായത് ഇൻഡോ പാക് വാർ വരുന്നു. അപ്പോൾ ഈ ഒരു വാർ നോക്കുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉണ്ടാകുമ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളും മാത്രമോ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു മുസ്ലിം രാജ്യമല്ലാത്ത വേറൊരു രാജ്യം പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ആ ഒരു വട്ടവും 1971 അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവർ പാകിസ്ഥാനായിരുന്നു കൂടുതലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വാറിൽ ഇസ്രായേൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനമായിട്ടും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം തന്നെ എല്ലാ അറബ് രാജ്യങ്ങളായിരുന്നു, അതായത് മുസ്ലിം രാജ്യങ്ങൾ. അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾക്കും ഇസ്രായേലിനും എപ്പോഴും വലിയ ശത്രുക്കളാണ്. അപ്പോൾ ഇവരെ എതിർക്കാൻ വേണ്ടിയാണ് അന്ന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തെങ്കിലും പക്ഷെ ഇന്ത്യക്കാണ് അവർ സപ്പോർട്ട് അറിയിച്ചത്. പക്ഷെ ആ ഒരു വാറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അമേരിക്ക വരെ ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്തു, അതായത് നീ ഒരിക്കലും ഇന്ത്യക്ക് സപ്പോർട്ടായി പോകരുത്, അതായത് അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ തന്നെ പോകും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇസ്രായേൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 1977 മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ മെല്ലെ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ മെല്ലെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1977 ഇസ്രായേലും ഇന്ത്യയുമായിട്ട് ആദ്യമായിട്ട് ഒരു മെല്ലെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റിലോട്ട് തന്നെ എത്തുന്നത്. അങ്ങനെ 1992 ആയപ്പോൾ തന്നെ ഇസ്രായേലിന്റെ എംബസി ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് ഇസ്രായേലിനെ വലിയൊരു അച്ചീവ്മെന്റ് ആയി കരുതി. കാരണം ഇസ്രായേലിന്റെ എംബസിയാണ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 1997 ആയപ്പോൾ അപ്പോഴത്തെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് ആദ്യമായി വരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് ആദ്യമായി വരുന്നത് 1997 ആയപ്പോൾ. പിന്നെ 1999
1998 ആയപ്പോൾ വലിയൊരു മറ്റൊരു ഈവന്റും കൂടെ സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഈ ലോകത്തിന് മൊത്തം ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പണാണെന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ വളരെ സീക്രട്ട് ആയിട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ മൊത്തം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ ഇന്ത്യ സക്സസ്ഫുൾ ആയി എന്ന് കണ്ടപ്പോൾ അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ചൈന അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും അതായത് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഇന്ത്യക്കെതിരെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ഒപ്പമാണ് നിൽക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പാലസ്തീനെല്ലായിരുന്നു അനുകൂലിച്ചുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് അവർ ഇസ്രായേലിനാണ് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പോലും ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് പാലസ്തീനായിരുന്നു ഇന്ത്യ സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും സാങ്ഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്തപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് എതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു സാങ്ഷൻസ് പോലും ഇമ്പോസ് ചെയ്തില്ല. അവർ ഇതെല്ലാം തന്നെ നോക്കി നിന്നാൽ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യക്ക് സപ്പോർട്ടും കൊടുത്തില്ല, അതായത് എതിർത്തും ചെയ്തില്ല. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യക്ക് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തന്നെ അവർ സാങ്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തും ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുന്ന റിലേഷൻ മെല്ലെ വളർന്നെങ്കിലും പിന്നെ വലിയ സംഭവം ഉണ്ടായത് 1999 അതായത് കാർഗിൽ യുദ്ധം സമയത്ത്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പാകിസ്ഥാൻ സോൾജേഴ്സ് എല്ലാം തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ആ ബോർഡർ ക്രോസ് ചെയ്ത് അവർ ഇന്ത്യയുടെ കാർഗിൽ എന്ന് പറയുന്ന സ്ഥലം വന്ന് ഫുൾ ആയിട്ടും ആക്രമിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് മറിച്ച് ഇന്ത്യയും അതായത് വാർ ഡിക്ലെയർ ചെയ്ത് അതൊരു ഫുൾ ഫ്ലെഡ്ജ് വാർ ആയി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ആ സമയത്ത് അതായത് അമേരിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും അതായത് വെസ്റ്റേൺ രാജ്യങ്ങളും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും ആ ഒരു വട്ടവും ഇന്ത്യനെ എതിർത്ത് പാകിസ്ഥാനായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യ ആർക്കെല്ലാം സപ്പോർട്ട് കൊടുത്തിരുന്നോ അവർ പോലും പാകിസ്ഥാനായിരുന്നു അനുകൂലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു യുദ്ധ സമയത്ത് ഇസ്രായേലിന്റെ അടുത്ത് പോയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചോദിക്കുന്നു. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ എക്യുപ്മെന്റ്സ് എല്ലാം ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് നൽകുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ 1999 വരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ആയ ഒരു ഇംപ്രൂവ്മെന്റ് ഒന്നും ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ ഇല്ലായിരുന്നു. 1992 അതായത് ഒരു എംബസി തുടങ്ങിയും 1997 ഒരു പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരികയും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അതായത് 10-50 വർഷം നീണ്ടു നിന്ന ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഇവന്റ് ആയിട്ട് ഇത് രണ്ടും മാത്രമോ പറയാനുണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കും ഇസ്രായേലിനും. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ അതായത് ഇന്ത്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇസ്രായേലായിരുന്നു അനുകൂലിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് വേണ്ടി വെപ്പൺസ് അയക്കുന്നു, അതുപോലെ തന്നെ അൺഅൺഡായ വെഹിക്കിൾസ് അയക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇസ്രായേലിക്ക് അനുകൂലിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അതായത് റഷ്യയുടെ ഭാഗത്തു നിന്നും കുറെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് 1999 വാറിൽ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. അതിൽ പിന്നെയാണ് ഇന്ത്യ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു റിലേഷൻ മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങിയത്. അങ്ങനെ 2000 ആയപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ അതായത് LK അദ്വാനി ഇസ്രായേലിലോട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇസ്രായേലിന്റെ ഹിസ്റ്ററിയിലും ഇന്ത്യൻ ഹിസ്റ്ററിയിലും ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ അതായത് ഇന്ത്യൻ ഹോം മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്യുന്നത്. നേരത്തെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു, അതായത് ഹോം മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2003 ആയപ്പോൾ തന്നെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററും കൂടെ ഇസ്രായേലിലോട്ട് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഏറ്റവും വലിയ അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കമായി കരുതിയിരുന്നു. അങ്ങനെ 2008 അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുംബൈ അറ്റാക്ക് നടന്നിരുന്നു. അപ്പോൾ ആ ഒരു മുംബൈ അറ്റാക്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതായത് ഒന്നും മിണ്ടാതെ ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എന്താ ചെയ്തത് എന്ന് വെച്ചാൽ അതായത് അവിടെയിലോട്ട് അവരുടെ സ്വന്തം ടീമിനെ അങ്ങോട്ട് അയക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2015 ആയപ്പോൾ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് അതായത് പ്രണബ് മുഖർജി അവിടെ വിസിറ്റ് ചെയ്യുന്നു, അതായത് ഇസ്രായേലിലെ. അപ്പോൾ 2017 ആയപ്പോൾ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ മോഡിയും ആദ്യമായി വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രണ്ട് രാജ്യങ്ങളുടെ റിലേഷൻ വളരാൻ തുടങ്ങി. 2018 ആയപ്പോൾ തന്നെ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലോട്ട് ആദ്യമായി വരുന്നു. ഇതും ഫസ്റ്റ് ടൈം ആയിരുന്നു. അങ്ങനെ ഇന്ത്യ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു റിലേഷൻ അങ്ങനെ 2000 അതായത് 1999 കാർഗിൽ യുദ്ധം തൊട്ടാണ് മെല്ലെ മെല്ലെ ഡെവലപ്പ് ആവാൻ തുടങ്ങിയതും. അങ്ങനെ 2015 ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് പോകുകയും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇങ്ങോട്ട് വരികയും അങ്ങനെ റിലേഷൻ ഡെവലപ്പായി വരികയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു റിലേഷൻ ഉള്ളത്. അപ്പോൾ ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരാം. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ അനുകൂലിച്ച് വെപ്പൺസ് എല്ലാം അയച്ചു വന്നേ. അപ്പോൾ ഇതിന് 3 കാരണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതായത് ഒന്ന് ഇസ്രായേലിന്റെ ഫോർമൽ അംബാസഡർ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ടും മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് സ്പെയിൻ തടഞ്ഞു നിർത്തിയ ആ ഒരു ഷിപ്പും. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതായത് ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് അറിയിക്കാനാണ് സാധ്യത എന്നാണ് എല്ലാ കൺട്രീസും പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒഫീഷ്യലായിട്ട് ഇന്ത്യ പറഞ്ഞില്ല അതായത് ഞങ്ങൾ അയച്ചു എന്ന്. അതുപോലെ തന്നെ ഇസ്രായേലും ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരാതെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇസ്രായേൽ ഇന്ത്യ റിലേഷനിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.